നടി അൻസിബ ഹസനെതിരെ പരാതി നൽകിയത് താനാണെന്ന് വെളിപ്പെടുത്തി അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ. ഡിസംബർ 10-നാണ് അൻസിബ മെസ്സേജ് അയച്ചത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചെങ്കിലും അൻസിബ കോൾ എടുത്തില്ല. മെസ്സേജ് കണ്ടതിനെ തുടർന്ന് വീട്ടിൽ തനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായെന്നും അൻസിബയുടെ ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അൻസിബ അയച്ച മെസ്സേജ് ഭർത്താവ് കണ്ടത് പ്രശ്നമായി. മെസ്സേജിനെക്കുറിച്ച് ഭർത്താവിനോട് ക്ലാരിറ്റി വരുത്തണം എന്നു പറഞ്ഞിട്ടും അൻസിബ തയ്യാറായില്ല. സഹികെട്ടാണ് ഹിൽ പാലസ് വനിതാ സെല്ലിൽ പരാതി നൽകിയതെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. കുടുംബ സംഗമത്തിന് ക്ഷേത്രത്തിന്റെ സംഭാവന വേണ്ട എന്നു പറഞ്ഞത് അൻസിബ മാത്രമല്ലെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. എന്നാൽ കുടുംബ വിഷയത്തിൽ കാരണക്കാരി അൻസിബ മാത്രമാണ്. ഇത് ഇപ്പോൾ പറയുന്നതിൽ ലജ്ജയുണ്ടെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. വിഷയത്തിൽ സംഘടന പോലും ബന്ധപ്പെടുത്താൻ താൻ ആഗ്രഹിച്ചിട്ടില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ മറ്റൊരു അംഗത്തിനെതിരെയും അൻസിബ ആരോപണം ഉന്നയിച്ചു. ടിനി ടോമിനെതിരായ ആരോപണത്തിന് പിന്നിൽ നീനാക്കുറുപ്പാണെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അതേസമയം ടിനി ടോമിനെതിരെ താരസംഘടനയായ അമ്മയിൽ നടി നീനാക്കുറുപ്പും പരാതി നൽകി. ടിനി ടോം കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചെന്ന് നീനാക്കുറുപ്പ് പരാതിയിൽ പറയുന്നു. ടിനി ടോം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ നീനാക്കുറുപ്പ് വ്യക്തമാക്കുന്നു. മറ്റ് അംഗങ്ങൾക്കും ടിനി ടോമിന്റെ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അൻസിബയെ മത തീവ്രവാദിയാക്കാൻ ടിനി ടോം ശ്രമിച്ചതിന് സാക്ഷിയെന്നും നീനാക്കുറുപ്പ് പറയുന്നു. പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്നും സംഘടന കൃത്യമായ നടപടി എടുക്കണമെന്നും പ്രതീക്ഷയുണ്ടെന്നും നീനാക്കുറുപ്പ് പറഞ്ഞു. അതിനിടയിൽ അമ്മ നേതൃത്വത്തിനെതിരെ നടി മാലാ പാർവതിയും വിമർശനങ്ങളുമായി എത്തി. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും നിരാശപ്പെടുത്തി എന്നും മുന്നോട്ടു പോകാൻ കഴിയില്ലെങ്കിൽ സംഘടനയുടെ ഭരണസമിതി ഒഴിയണമെന്നും മാലാ പാർവതി പറഞ്ഞു. ജോലിക്കാരിയുടെ പരാതിയിൽ കുക്കു പരമേശ്വരൻ നീതിപൂർവമായി ഇടപെട്ടിട്ടില്ല. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും രണ്ടു വഴിക്കാണ് പോകുന്നതെന്നും മാലാ പാർവതി പറയുന്നു. താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് ചലച്ചിത്ര താരം ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. താൻ ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ലൈംഗിക ചുവയോട് സംസാരിക്കും, തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി നിരന്തരം ശ്രമം നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിച്ചത്. അമ്മയിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഇത്രയും കാലം പറയാതിരുന്നത് ഭയം കൊണ്ടാണെന്നും അൻസിബ പറഞ്ഞു.